മറ്റൊന്ന് ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ നോമ്പ് ഉപകരിക്കുമെന്ന രീതിയിൽ നമുക്ക് ഒരുപാട് വായനകൾ കാണാൻ കഴിയും. നോമ്പ് കൃത്യമായി എടുക്കുകയാണെങ്കിൽ, എടുക്കേണ്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും, അതുപോലെ തന്നെ നോമ്പ് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പടച്ചോൻ ഒരു നിയമം നമുക്ക് നൽകുന്ന സമയത്ത് അതുകൊണ്ട് ആത്മീയമായ ഗുണങ്ങൾക്കപ്പുറം ഭൗതികമായ ഗുണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നോമ്പിൽ നിന്ന് നേടാനും പറ്റുന്നു ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ അത്തരത്തിൽ ആരോഗ്യ ഗുണങ്ങൾ നേടാനും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനും എങ്ങനെയാണ് ഒരു ഒരു ഐഡിയൽ നോമ്പ് ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു കൃത്യമായ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നോമ്പിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഹോൾ വ്യൂ പറയുകയാണെങ്കിൽ. ഇതിൽ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ സംഗതി നോമ്പ് ആരോഗ്യപരമായി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നോമ്പ് നമ്മൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്, പ്രൊവൈഡഡ് അത് നമ്മൾ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മൾ ക്രമീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന് ഒരു അതിൻ്റെ കോശങ്ങളെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലുള്ള കോശങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ കൃത്യമായി നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ LDL ചീത്ത കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവ് നന്നായി കുറയുകയും ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് ഷുഗർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ ഫാസ്റ്റിംഗ് ഗുണകരമാണ്. ഭയങ്കര ഗുരുതരമായ പ്രമേഹമുള്ള ആളുകളിൽ പ്രയാസമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു ഷുഗറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ, അതായത് ഷുഗർ വരാൻ സാധ്യതയുള്ള ജസ്റ്റ് ഷുഗർ ഒരു ചെറിയ ബോർഡർ ലൈനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല ഷുഗർ കൺട്രോൾ വരികയും അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടുകയും ചെയ്യുന്നതായി കണ്ടു വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൃത്യമായി നമ്മൾ നോമ്പ് എടുക്കുന്ന ആളുകളിൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള ഒരു സുരക്ഷ, ഒരു ആരോഗ്യം നന്നായിട്ട് കണ്ടുവരുന്നതായി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു മാനസികാരോഗ്യത്തിൻ്റെ ഒരു നല്ല വീണ്ടെടുപ്പിനും നോമ്പ് കാരണമാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമായിട്ട് തന്നെയാണ് നോമ്പ് വരുന്നത്. പിന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുകയും വെയിറ്റ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്താഴം കഴിക്കുക, ആവശ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 8 ഗ്ലാസ് മുതൽ അതിന് മുകളിലോട്ട് വെള്ളം ശരീരത്തിലേക്ക് എത്തുക, അമിതമായ അമ്ലഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, വല്ലാതെ ഓയിൽ കൂടുതൽ ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക, അതേപോലെയുള്ള മൈദ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഒരു ചിട്ട പുലർത്തുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും അത്താഴം ഒഴിവാക്കാതിരിക്കുക. ഇങ്ങനെയുള്ളൊരു നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് ഗുണകരമായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.